ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശ നിരക്കുകളെ കുറിച്ചാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ ദ ലേറ്റസ്റ്റ് വീഡിയോസ് അപ്ലോഡ്. നിലവിൽ നമ്മുടെ രാജ്യത്ത് 3 വിഭാഗത്തിൽപ്പെട്ട ബാങ്കുകളുണ്ട്. 12ഓളം വരുന്ന പൊതുമേഖലാ ബാങ്കുകളാണ് അതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഭാഗത്തിൽ 21 സ്വകാര്യ ബാങ്കുകളാണുള്ളത്. മൂന്നാമത്തേത് അടുത്ത കാലത്തായി നിലവിൽ വന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട 11 ബാങ്കുകളാണ്. അവരാണ് താരതമ്യേന ഉയർന്ന നിക്ഷേപ പലിശ വാഗ്ദാനം ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ 3 വിഭാഗത്തിൽപ്പെട്ട ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ മേൽപ്പറഞ്ഞ ബാങ്കുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാണ്. 2020 കൊറോണ കാലത്ത് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ലഭിച്ചിരുന്ന പലിശ നിരക്കുകളിൽ വലിയ ഇടിവ് ഉണ്ടായിരുന്നു. പിന്നീട് കൊറോണ കഴിഞ്ഞ് സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടതിനെ തുടർന്ന് പലിശ നിരക്കുകൾ തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. ഇപ്പോൾ മിക്ക ബാങ്കുകളും വളരെ ആകർഷകമായ പലിശ നിരക്കുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതനുസരിച്ച് സ്ഥിര നിക്ഷേപങ്ങൾക്ക് 9.5% വരെയുള്ള പലിശ നിരക്കുകൾ ലഭ്യമാണ്. മെച്ചപ്പെട്ട പലിശ ലഭ്യമാകുന്ന ഏതാനും ബാങ്കുകളുടെ പേരും അവരുടെ നിരക്കുകളും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഓരോ ബാങ്കുകളും അവരവരുടെ പലിശ നിരക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുന്നത് കൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നിരക്കുകളിലും ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ടാവാം. കൊറോണ കാലത്ത് ദീർഘകാലയളവിലേക്ക് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾക്കും അതുപോലെ പുതുക്കിയ നിക്ഷേപങ്ങൾക്കും നിലവിൽ ലഭിക്കുന്ന പലിശയേക്കാൾ 1% വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ കാലാവധി തീരുന്നതുവരെ കാത്തിരിക്കാതെ പ്രീമച്വർ ക്ലോഷർ നടത്താവുന്നതാണ്. അപ്രകാരം ചെയ്താൽ പലിശ വരുമാനത്തിൽ വർധനവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രീമച്വർ ക്ലോഷറിന് ഓരോ ബാങ്കിലും വ്യത്യസ്തമായ നിബന്ധനകൾ ബാധകമാണ്. ആയതിനാൽ മാറ്റം വരുത്തുമ്പോൾ മെച്ചമാണെങ്കിൽ മാത്രമേ പ്രീമച്വർ ക്ലോഷർ നടത്താവൂ. അടുത്ത കാലത്തായി ചില ബാങ്കുകൾ സേവിങ്സ് ഡിപ്പോസിറ്റിനും സ്ഥിര നിക്ഷേപത്തിന് നൽകുന്നത് പോലെ ആകർഷകമായ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം നിലവിൽ 5% താഴെ വന്നിരുന്നിട്ടുണ്ട്. എന്നിരുന്നാലും വിലക്കയറ്റ നിരക്കുകളിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് പലിശ നിരക്കുകളിലും മാറ്റം പ്രതീക്ഷിക്കാം. എന്നാൽ നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കാര്യമായ മാറ്റം ഉടനെയൊന്നും പ്രതീക്ഷിക്കുന്നു. മുൻപ് പറഞ്ഞവയെ കൂടാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള സ്ഥിര നിക്ഷേപവും സേവിങ്സ് ബാങ്ക് നിക്ഷേപവും വളരെ പ്രചാരത്തിലായിട്ടുണ്ട്. ആകർഷകമായ പലിശ നിരക്ക് കൂടാതെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തുവാനുള്ള സൗകര്യവുമാണ് പോസ്റ്റ് ഓഫീസ് വഴിയുള്ള നിക്ഷേപങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.